പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, യഹൂദന്മാർ എല്ലാ ദിവസവും വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഒരുമിച്ച് കൂടുന്ന അവരുടെ പള്ളിയിൽ ഒരു ശബത്ത് ദിവസം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലത് കൈ വരണ്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. വലത് കൈ ശോഷിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിനേക്കാളും കഷ്ടമാണ് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ലാത്ത വൈകല്യമുള്ളവനായി ഒരു ജനത്തിനിടയിൽ ജീവിക്കുക എന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളുടെയും ദീനത്തിൻ്റെയും വ്യാധിയുടെയും എല്ലാം കാരണം മനുഷ്യനിലെ പാപമാണ്. പാപം നമ്മളിന്ന് നീക്കുമ്പോഴാണ് ആ പാപത്തിൻ്റെ പരിണതഫലമായ ദോഷഫലങ്ങളിൽ നിന്ന് മനുഷ്യൻ വിമുക്തനാകുന്നത്. യേശു ക്രിസ്തു ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൽ കുറ്റം ആരോപിക്കാൻ കാരണം അന്വേഷിച്ചുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നു. യേശു വരണ്ട കൈയുള്ള മനുഷ്യനോട് നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നടുവിൽ നിന്നു. ഇന്നെന്തെങ്കിലും ഒരു വലിയ സംഭവം ഉണ്ടാകുമെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും തീരുമാനിച്ചു. കാരണം ഒരു കുറ്റം ആരോപിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുകയാണ്. കാരണം ശബത്ത് ദിവസം ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്ന് കൽപ്പനയുള്ളതാണ്. അപ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ശബത്ത് ദിവസത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ ജീവനെ നശിപ്പിക്കുന്നതോ ഏതാണ് ഉചിതം എന്ന് ചോദിച്ചു. അതിനാരും മറുപടി പറയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ സത്യവും നീതിയും ന്യായവും ജീവിത വിശുദ്ധിയും ഒക്കെ പഠിക്കാനും പഠിപ്പിക്കാനും നിയോഗിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ജനമാണ്, ദൈവം ഞങ്ങളുടെ കൂടി ഉണ്ട് എന്നൊക്കെ അഭിമാനിക്കുന്ന ആളുകളാണല്ലോ. പാപമില്ലാതെ വിശുദ്ധമായി ജീവൻ നയിക്കുന്നവരാണെന്ന് ഉറപ്പുവരുത്തി ജീവിക്കുന്ന ആളുകളാണല്ലോ. ഇവരോടൊരു ചെറിയ കാര്യം യേശു ചോദിച്ചപ്പോൾ മറുപടി പറയാൻ പറ്റുന്നില്ല. യേശു അവനോട് നിൻ്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി. അവൻ സൗഖ്യമുള്ളവനായി മാറി. അപ്പോൾ ഉടനെ അവരെല്ലാം ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന് ഒരാലോചന കഴിക്കുകയാണ്. എന്ത് കഷ്ടമാണ് എന്ന് ഓർത്തു നോക്കി. ഇന്നത്തെ ലോകം അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് പിശാച് കെട്ടിയ ഒരു കെട്ട് യേശു അഴിച്ചപ്പോൾ, അവനിലെ പാപം നീക്കിക്കളഞ്ഞപ്പോൾ അവനെ വെറുക്കാൻ ഉണ്ടായ കാരണം, യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയാണ്, പാപം ചെയ്യുന്ന മനുഷ്യൻ പിശാചിൻ്റെ സന്തതിയാണ്. പാപം ചെയ്യുന്ന മനുഷ്യൻ പിശാചിൻ്റെ സന്തതിയാണ് എന്ന് വെച്ചാൽ പാപം ഉള്ളിലുള്ള മനുഷ്യൻ, പാപചിന്തയിൽ ജീവിക്കുന്ന മനുഷ്യൻ പിശാചിൻ്റെ സന്തതിയാണ്. നമ്മളെല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. പാപം നമ്മളിൽ നിന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ടത്രേ മനുഷ്യപുത്രൻ അഥവാ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. അതുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിക്കുമ്പോൾ, പിശാചിൻ്റെ പ്രവൃത്തിക്ക് വിരോധമായ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിനെ വിരോധിക്കുന്നതിന് കാരണം
ആ പ്രവൃത്തിക്ക് സാക്ഷിയാകുന്ന മനുഷ്യനിൽ പാപം കുടികൊള്ളുന്നു എന്നതിൻ്റെ തെളിവാണ് എന്ന് നമ്മൾ സമ്മതിക്കണം. പാപം നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് നന്മ ചെയ്യുവാനോ നന്മയ്ക്ക് അനുകൂലിക്കുവാനോ അതിന് ശരിവെക്കുവാനോ ഒരിക്കലും സാധ്യമല്ല. ആയാൽ പറയപ്പെട്ടവർ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിലുണ്ട്. അവരുടെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ, പാപ സ്വഭാവമുണ്ടെങ്കിൽ അവർ പിശാചിൻ്റെ സന്തതികൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. മനുഷ്യൻ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആരെയെങ്കിലും കളിയാക്കിയോ കുറ്റപ്പെടുത്തിയോ പറയുന്നുവെങ്കിൽ ഞാൻ കുറ്റവാളി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. പാപം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ, പാപം ചെയ്യാനുള്ള അനുകൂല സാഹചര്യം അവനിൽ വെളിപ്പെടുമ്പോൾ അവൻ പാപം ചെയ്യുന്നുവെങ്കിൽ, പാപചിന്ത അവനെ നടത്തുന്നു എങ്കിൽ, എന്തെങ്കിലും ചെറുതോ വലുതോ ആയ പാപം ചെയ്യാനുള്ള ഒരു സ്വഭാവം അവനിൽ ഉണ്ടെങ്കിൽ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത ഏതെങ്കിലും പാപം ഉണ്ടെങ്കിൽ അവൻ പിശാചിൻ്റെ സന്തതി തന്നെയാണ്. ചിലപ്പോൾ അവൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം, അവൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരായിരിക്കാം, ഞാൻ ഉപദേശിയെന്നോ പാസ്റ്ററെന്നോ എങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പേര് ഉള്ളവനായിരിക്കാം, ബൈബിൾ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നവനായിരിക്കാം. പാപം ഉള്ളിലുണ്ടെങ്കിൽ അവൻ പിശാചിൻ്റെ സന്തതിയാണ്. ബൈബിൾ പറയുന്നതാകട്ടോ. പ്രിയമുള്ളവർ, ഞാനൊരു വാക്കും പറയല. ഞാൻ നേരത്തെ മുതലേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബുദ്ധിയിൽ നിന്നോ എൻ്റെ ആലോചനയിൽ നിന്നോ ഞാനൊരു വാക്കും പറയുകയില്ല എന്നത് ബൈബിളിൽ എഴുതി. അതുകൊണ്ടല്ലേ ഈ ബൈബിളിലെ വാക്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിൽ നാം ആശ്രയിച്ച് ശരണപ്പെടുക. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. യേശു ക്രിസ്തു ഏക രക്ഷിതാവാണ്, യേശു ഏക മധ്യസ്ഥനാണ്, ഏക കർത്താവാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അഭിഷേകം ചെയ്തയച്ച ഒരേ ഒരു രക്ഷിതാവ് അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന് പകരമായി വേറെ ആരും ഈ കാര്യത്തിന് വേണ്ടി ലോകത്തിലുണ്ടായിട്ടില്ല. കേൾക്കുന്ന അനേകർ ഈ വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിനെതിരെ കഠിനമായി എതിർക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർ പാപമുള്ളിടത്തോളം കാലം ക്രിസ്തുവിന് അനുകൂലമായി അവർക്ക് ഒന്ന് സംസാരിക്കാനോ അതിനോട് ചേരാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് ഈ സുവിശേഷം കേൾക്കുമ്പോൾ ഞാനിപ്പോൾ പ്രധാനമായിട്ടും പറയാമല്ലോ, ക്രിസ്ത്യാനി എന്ന് പേര് ഉള്ളവരാണെങ്കിൽ പോലും എനിക്ക് അവരോട് ധൈര്യമായിട്ട് പറയാം, ഞാൻ അതിനകത്ത് ജനിച്ചു വളർന്ന മനുഷ്യനാണ്. ഇന്ന് ഞാൻ അങ്ങനെ ഒരു പേര് കൊണ്ട് ക്രിസ്ത്യാനി ആകാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ലാത്തൊരു മനുഷ്യനുമാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്നുവെങ്കിൽ പാപം ഇല്ലാത്തവനായ, പാപമില്ല എന്ന് ഉറപ്പ് വരുന്നത്, പാപം ഇല്ലാത്തവനായ വിശുദ്ധനായ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് തന്നിൽ ആശ്രയിക്കുന്നവരെ, തൻ്റെ അടുക്കൽ വന്നിരിക്കുന്നവരെ തൻ്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കിയ യേശുവിൻ്റെ ഉപദേശങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് യേശുവിനെ അനുഗമിക്കണം. അല്ലാത്തവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ഇല്ല എന്ന് ബോധ്യപ്പെടണം മക്കളെ. യേശുവിനെ സമീപിക്കുന്നതിന് പകരം, യേശുവിനെ രക്ഷിതാവും കർത്താവും അംഗീകരിക്കുന്നതിന് പകരം നാം വേറെ പകരം എന്ത് ചെയ്താലും പാപമോചനം ലഭിക്കുന്നില്ല, നിത്യം പ്രാപിപ്പാൻ അവന് അവകാശവും ഇല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ അവൻ വെളിച്ചമാകണം. യേശു ഒരു കാര്യം പറഞ്ഞുവല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവർ ജീവൻ്റെ വെളിച്ചം ഉള്ളവരാകും. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവനിൽ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു.
യേശുക്രിസ്തുവിലുള്ള വെളിച്ചം മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അങ്ങനെയെങ്കിൽ നാമും യേശുക്രിസ്തു വെളിച്ചമായിരിക്കുന്നത് പോലെ വെളിച്ചമാകണം. ഈ വെളിച്ചം ഇരുളിക്കഴിയുന്ന ജനത്തെ പ്രകാശിപ്പിക്കുന്നതാകണം. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്നവനായി തീരണം. എല്ലാ ദോഷപ്രവൃത്തികളെയും മനുഷ്യൻ്റെ ഇടയിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ അവനെ പഠിപ്പിക്കുന്നവനാകണം. പാവമില്ലാതെ നിഷ്കളങ്കനായി ജീവിക്കാൻ അവൻ കടപ്പെട്ടവനാണ് മക്കളെ. അങ്ങനെയുള്ളവരെയാണ് ദൈവം അംഗീകരിക്കുന്നത്, അവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോ കാണാൻ എല്ലാവരും സ്നേഹപൂർവ്വം താല്പര്യപ്പെടുന്നു. ദൈവം നമ്മെ ധാരാളമായി